ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക ഇട്ടൊരു പോർക്ക് റോസ്റ്റാണ്. പോർക്ക് മസാല എന്നൊക്കെ പറയാം. ഞാൻ അതിനായിട്ട് ഇവിടെ 1 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കുക്കറിലേക്ക് പോർക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ഞാൻ അതിലേക്ക് ചേർക്കുന്നു. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള കൂടി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ കൈകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്, എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് അതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാം നന്നായിട്ട് അതിലേക്കൊന്ന് പറ്റി പിടിച്ചോളും. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കിലോ കൂർക്ക ഇടുന്നുണ്ട്. കാരണം കൂർക്കയും വേണം നമുക്ക്. 1 കിലോ പന്നിക്ക് ഞാൻ 1 കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത്. ആ കൂർക്കയും കൂടി ഇട്ടിട്ട് ഞാൻ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഞാൻ എന്നിട്ട് കുറച്ച് കൈ നനയാൻ മാത്രം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു അര ഗ്ലാസ് വെള്ളം ഫസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്നും കൂടി മിക്സ് ചെയ്യാം. നമ്മൾ കുറച്ച് പൊടികളെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഇത് കഴിയുമ്പം ഇടേണ്ടതായതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ മൂടി നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ഒരു 4 അല്ലെങ്കിൽ 5 വിസിൽ അടിക്കുന്നിടം വരെ അത് വേവിച്ചെടുക്കാം. നമുക്ക് 4 വിസിൽ അടിച്ചാൽ മതിയാവും. അന്നേരപ്പോഴത്തേക്കും നന്നായിട്ടത് വെന്ത് കിട്ടും. കൂർക്കയും പന്നിയല്ല, ഞാനൊരു 4 വിസിലാണ് അടിച്ചത്. അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂർക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കോക്കനട്ട് ഓയിലും നമുക്ക് ഒഴിക്കാം, അത് കുഴപ്പമില്ല ഏതാണേലും. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നേരത്തെ നമ്മൾ വേവിച്ച കൂട്ടത്തിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുരിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഞാനിത് ഒരു 3 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തതാണ്. അത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോളയൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടാം. നമ്മളത് പോർക്കിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുത്താൽ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പം ഏകദേശം രീതിയിൽ വഴന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ ഒരു പാകം മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ വേവിച്ച സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച പോർക്കും കൂർക്കയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
കൂർക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വയ്ക്കാം. ഓൾറെഡി വെന്തതാണ്. ജസ്റ്റ് നമുക്ക് ചാറോടുകൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇനിയിപ്പം കുറച്ച് റോസ്റ്റ് പോലെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പറ്റിച്ചെടുക്കാം. ഞാൻ റോസ്റ്റ് രീതിയിലാണ് ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി അതൊന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടത് വെന്ത് കിട്ടിയിട്ടുണ്ട്. പോർക്കും കൂർക്കയെല്ലാം